നമസ്കാരം. നിലമ്പൂർ ഫോറസ്റ്റ് ഓഫീസ് ആക്രമണ കേസിൽ റിമാൻഡിലായ നിലമ്പൂർ എംഎൽഎ PV അൻവറിന് ജാമ്യം അനുവദിച്ചു. നിലമ്പൂർ കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. ഇന്ന് വൈകിട്ട് തന്നെ വിധി പറയാൻ ശ്രമിക്കാമെന്ന് കോടതി നേരത്തെ വാദം പൂർത്തിയായ ഘട്ടത്തിൽ വ്യക്തമാക്കിയിരുന്നു. DMK പ്രവർത്തകർ പ്രതികളായ കേസിൽ പോലീസ് റിപ്പോർട്ട് വൈകിക്കാൻ നീക്കം നടക്കുന്നുവെന്നും ജയിലിൽ കുടുക്കാൻ ശ്രമം നടന്നുവെന്നും PV അൻവറിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ വാദിച്ചിരുന്നു. അതേസമയം കസ്റ്റഡിയിൽ വേണമെന്നും ജാമ്യം നൽകരുതെന്നും ആക്രമണം നടത്തിയത് മറ്റു കേസുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള പ്രതികളാണെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു. അന്വേഷണ സംഘത്തിന് മുന്നിൽ എപ്പോൾ വേണമെങ്കിലും എത്ര നേരം ഹാജരാകാമെന്നും ജനുവരി 17-ന് നിയമസഭ തുടങ്ങുകയാണെന്നും അതിൽ പങ്കെടുക്കുന്നത് തടയാനാണ് നീക്കമെന്നും PV അൻവർ വാദിച്ചിരുന്നു. ചേലക്കര കേസിൽ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായതാണ്. ആനയുടെ ആക്രമണത്തിൽ ആൾ മരിച്ചത് ആസൂത്രിതമാണോ എന്ന് അൻവർ ചോദിച്ചു. ജനപ്രതിനിധിക്ക് പ്രതിഷേധിക്കാൻ അവകാശമില്ലേ? സമരത്തിൽ നിലമ്പൂരുകാർ മാത്രമേ പങ്കെടുക്കാവൂ എന്നുണ്ടോ? തനിക്കെതിരായ കേസുകൾ കെട്ടിച്ചമച്ചതാണെന്നും രാഷ്ട്രീയ പ്രേരിതമാണെന്നും അൻവർ വാദിച്ചു. അറസ്റ്റ് നിർബന്ധമാകുന്ന എന്ത് സാഹചര്യമാണ് ഉള്ളതെന്നും എന്തിന് തിരക്കിട്ട് കോടതിയിൽ ഹാജരാക്കിയെന്നും അൻവറിന്റെ അഭിഭാഷകൻ വാദിച്ചു. നോട്ടീസ് നൽകിയിരുന്നെങ്കിൽ താൻ നേരിട്ട് ഹാജരാകുമായിരുന്നുവെന്നും മറ്റു പ്രതികളെ തിരിച്ചറിയാനാണ് തന്നെ കസ്റ്റഡിയിൽ വേണമെന്ന് പറയുന്നതെന്നും ഇതുപോലെ അറസ്റ്റ് നടക്കുകയാണെങ്കിൽ കേരളത്തിൽ പൊതുപ്രവർത്തനം നടക്കില്ലെന്നും അൻവർ വാദിച്ചു. ഏത് സമയത്തും അന്വേഷണത്തിന് ഹാജരാകാമെന്നും ജാമ്യം നൽകണമെന്നും അൻവർ വാദിച്ചു. എല്ലാ ജില്ലകളിലും വന്യമൃഗശല്യമുണ്ട്. അതിന്റെ ഇരകളാണ് സമരത്തിന് വന്നതെന്നും അതിന് പിന്നിൽ ആസൂത്രണമില്ലെന്നും കസ്റ്റഡിയിലുള്ളവരുടെ പേര് പോലും മനസ്സിലാക്കാൻ കഴിയാത്തവർക്ക് മറ്റു പ്രതികളെ കണ്ടെത്താൻ തന്നെ കസ്റ്റഡിയിൽ വേണമെന്ന് പറയുന്നത് തമാശയാണെന്നും PV അൻവർ വാദിച്ചു. വീട്ടിൽ നിന്നാണ് തന്നെ രാത്രി അറസ്റ്റ് ചെയ്തത്. താൻ ഒളിവിലല്ല, ജനപ്രതിനിധിയാണ്. നാശനഷ്ടങ്ങളുടെ കണക്ക് ആദ്യ റിപ്പോർട്ടിലില്ല. ഉച്ചയ്ക്ക് 12:45-ന് കസ്റ്റഡിയിലെടുത്തവരുടെ പേര് വൈകിട്ട് 4:46-ന് രജിസ്റ്റർ ചെയ്ത FIR ഇല്ലെന്നും സമരം സമാധാനപരമായിരുന്നുവെന്നും അൻവർ വാദിച്ചു. അൻവർ മാത്രമാണ് തിരിച്ചറിയാൻ കഴിയുന്നയാളായി ഉണ്ടായിരുന്നതെന്ന് പ്രോസിക്യൂഷൻ മറുപടി നൽകി. പരിക്ക് പറ്റിയ പോലീസുകാർ ആശുപത്രിയിൽ നിന്ന് തിരിച്ചെത്തിയ ശേഷമാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. അതാണ് പേരില്ലാത്തതിന് കാരണം. ഉച്ചയ്ക്ക് 12 മണി മുതൽ കസ്റ്റഡിയിലുള്ളവരുടെ പേര് FIR ഇല്ലാത്തത് എന്തെന്ന് കോടതി ചോദിച്ചു. 4 മണിക്കൂർ നേരം ഉണ്ടായിട്ടും എന്താണ് പേരില്ലാത്തത് എന്നും കോടതി ചോദിച്ചു. അൻവറിന്റെ നേതൃത്വത്തിലാണ് 40 പ്രവർത്തകർ വന്നത്. പൊതുമുതൽ നശിപ്പിച്ചു. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവരാണ് ആക്രമണം നടത്തിയത്. ഇവർ മറ്റു കേസുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള ക്രിമിനലുകളാണെന്നും അൻവറിനെ കസ്റ്റഡിയിൽ വേണമെന്നും ജാമ്യം നൽകരുതെന്നുമായിരുന്നു പ്രോസിക്യൂഷൻ വാദം. അതേസമയം നേരത്തെ ജീവൻ ബാക്കിയുണ്ടെങ്കിൽ താൻ തിരികെ വന്നാൽ കാണിച്ചു കൊടുക്കാമെന്ന് അൻവർ വെല്ലുവിളിച്ചിരുന്നു. താൻ കക്കാനും കൊല്ലാനും പോയതല്ല, ഒരു പാവപ്പെട്ട ആദിവാസി യുവാവിനെ ആന ചവിട്ടിക്കൊന്നതിൽ പ്രതിഷേധിച്ചതാണെന്നും അൻവർ പ്രതികരിച്ചിരുന്നു. 9 ദിവസത്തിനുള്ളിൽ കാട്ടാന ആക്രമണത്തിൽ 6 മരണമാണ് ഉണ്ടായത്. അതിന് DFO ഓഫീസിൽ ഒരു പ്രതിഷേധം നടത്തിയതാണ്. മുഖ്യമന്ത്രിയുടെയും ആഭ്യന്തര വകുപ്പിന്റെയും അറിവോടെയും നിർദ്ദേശത്തോടെയുമാണ് അറസ്റ്റ് തീരുമാനം. P ശശിയും അജിത് കുമാറും നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമാണ് പോലീസ് നീക്കം. പിണറായിക്ക് അധികാരത്തിന്റെ ജ്വരം മൂത്തിരിക്കുകയാണ്. അധികാരം അഹങ്കാരമായി മാറുകയാണ്. ദാവൂദ് ഇബ്രാഹിമിനെയും വീരപ്പന്റെയും ഒക്കെ ഗണത്തിൽ തന്നെയും പെടുത്തിയിട്ടുണ്ടാകുമെന്ന് അൻവർ പറയുന്നു. മോദിയേക്കാൾ വലിയ ഭീകരനാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെന്നും യഥാർത്ഥ വിഷയത്തിൽ അടിയന്തര നടപടിയില്ലെന്നും അൻവർ പ്രതികരിച്ചിരുന്നു. മലയോര മേഖലയിലെ ക്രൈസ്തവർക്ക് ജീവിക്കാൻ സാധിക്കാത്ത വിധമുള്ള നിയമ ഭേദഗതികൾ നിയമസഭയിൽ കൊണ്ടുവരുമ്പോൾ അത് ശരിയല്ലെന്ന് പറഞ്ഞതാണ് രണ്ടാമത്തെ തെറ്റെന്നും അൻവർ നേരത്തെ വ്യക്തമാക്കിയുണ്ടായി.